PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജീവശാസ്ത്ര പഠനങ്ങൾ. അപ്പോൾ നമുക്ക് ജീവശാസ്ത്ര പഠനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ബോട്ടണിയാണ്. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ബയോളജി. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ബയോളജി. ജന്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സുവോളജി. ജന്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സുവോളജി. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി. എന്താണ് സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം? എന്താണ് മൈക്രോബയോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി എന്നറിയപ്പെടുന്നു. വൈറസുകളെക്കുറിച്ചുള്ള പഠനത്തിനെ വൈറോളജി എന്നാണ് അറിയപ്പെടുന്നത്. വൈറസുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? വൈറോളജി. ബാക്ടീരിയയെക്കുറിച്ചുള്ള പഠനമാണ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി എന്നറിയപ്പെടുന്നു. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. അപ്പോൾ ഏതൊക്കെയാണ്? സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി, ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം ബയോളജി, ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം സുവോളജി, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം മൈക്രോബയോളജി, ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജി, വൈറസുകളെക്കുറിച്ചുള്ള പഠനം വൈറോളജി, ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി, പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി, പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. അടുത്തത് ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി. തിമിംഗലങ്ങളെക്കുറിച്ചുള്ള പഠനം സീറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. തിമിംഗലങ്ങളെക്കുറിച്ചുള്ള പഠനം സീറ്റോളജി. ശുദ്ധജലത്തിനെക്കുറിച്ചുള്ള പഠനം ലിംനോളജി. ശുദ്ധജലത്തിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ലിംനോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പെഡോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്നറിയപ്പെടും. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തിനെ കാർഡിയോളജി എന്നാണ് പറയുന്നത്. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. എന്താണ്? വൃക്കകളെക്കുറിച്ചുള്ള പഠനത്തിന് നെഫ്രോളജി എന്നാണ് പറയുന്നത്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഒഫ്താൽമോളജി. ചെവികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഓട്ടോളജി. ചെവികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് ഓട്ടോളജി എന്നാണ്. ഓക്കെ, അപ്പോൾ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻഡമോളജി, തിമിംഗലങ്ങളെക്കുറിച്ചുള്ള പഠനം സീറ്റോളജി, ശുദ്ധജലത്തിനെക്കുറിച്ചുള്ള പഠനം നിംനോളജി, മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി, ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി, വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. അടുത്തത് മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി എന്നാണ് അറിയപ്പെടുന്നത്. ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടും. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണ്. നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി. നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ന്യൂറോളജി. കലകളെക്കുറിച്ചുള്ള പഠനം ഫിസ്റ്റോളജിയാണ്. കലകളെക്കുറിച്ചുള്ള പഠനം ഫിസ്റ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി എന്നറിയപ്പെടുന്നു. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡന്റോളജി. പല്ലുകളെക്കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്നതാണ് ഒഡന്റോളജി. മുടിയെക്കുറിച്ചുള്ള പഠനമാണ് ഡ്രൈക്കോളജി. മുടിയെക്കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്നത് ഡ്രൈക്കോളജി എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ചേ? മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി, ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി, കലകളെക്കുറിച്ചുള്ള പഠനം ഫിസ്റ്റോളജി, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി, പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി, പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡന്റോളജി, മുടിയെക്കുറിച്ചുള്ള പഠനം ഡ്രൈക്കോളജി. അടുത്തത് ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് എംബ്രിയോളജി എന്ന്. കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. അതുപോലെ എക്സാംസിന് ചോദിക്കുന്നതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ്? സെലനോളജി എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.